നമസ്കാരം. സാണി, ഭാവന, പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സെൻസേഷൻ എല്ലാവർക്കും നമസ്കാരം. രവി ചേട്ടൻ, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അവരുടെ മാമഭാഗം, ഉമ്മ, അമ്മ, എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. വെക്കാസ്റ്റി പുതിയ കോൺസെപ്റ്റാണ്, പക്ഷെ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്കിതിന് മുമ്പ് വന്നിട്ടുണ്ട്. പല ഹോളിഡേയ്സ് അല്ലേ, ഏതാണ്ട് മഹീന്ദ്ര ഹോളിഡേയ്സ്, ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ്. തുടക്കം തന്നെ 2 lakhs, 5 lakhs, ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടതിൻ്റെ പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. പക്ഷെ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അഡപ്പടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടു മടുത്തു പോയ, ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ്. കോവിഡിന് ഒരു പക്ഷേ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം ഒക്കെ സ്കെയിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർക്കുക. ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി, കേരളത്തിലാണെങ്കിൽ അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പോൾ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ പരസ്യക്കാർ, നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു
പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളാണ്. ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിൻ്റെയും ഹയാത്തിൻ്റെയൊക്കെ ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിൻ്റെ ശുദ്ധജലം അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പാകം, ഇതിൻ്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള കോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും. മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാസ്റ്റേയെ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം, അതും ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാസ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. Veka stay should be here to stay and entertain us.